ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് പരലിപിടുത്തമാണ്. വീഡിയോ എടുപ്പും ചൂണ്ടയിടയിലും ഒരുമിച്ച് നടക്കത്തില്ല. അങ്ങനെ കാണിക്കാൻ വേണ്ടി ചൂണ്ടയിടുമ്പോൾ മീനൊന്നും പിടിക്കാറുമില്ല. ആ സമയത്ത് അതുവഴി ഒരു ട്രെയിൻ കടന്നു പോയി കേട്ടോ. ഇന്ന് കൂട്ടത്തിലുള്ളത് കൂട്ടുകാരൻ ദിബിൻ രാജാണ്. ആൾ പരലിനെ പിടിക്കാൻ ചൂണ്ട വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. ഇതാ കിട്ടിയല്ലോ. ഇങ്ങനെ വളരെ എളുപ്പത്തിലാണ് പരല് പിടിക്കുന്നത്. വീണ്ടും ഒരു പരല് കൂടി പിടിച്ചു. ആ കൂട്ടത്തിലുള്ളത് ദിബിൻ്റെ കുഞ്ഞാണേ. മീൻ പിടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും ഒരു സന്തോഷമാണ്. അവൻ്റെ മുഖത്തെ ആ സന്തോഷം നോക്കി മീനെ എടുത്ത് ബക്കറ്റിലേക്ക് ഇടുകയാണ്. അങ്ങനെ കാത്തിരുന്ന് എനിക്കും കിട്ടിയ ഒരു പരലിനെ. ദിബിൻ്റെ മോൻ്റെ കൂടെ അവിടെ നിൽക്കുന്നത് ശ്യാമിൻ്റെ മോളാണേ. ശ്യാമിനെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഞങ്ങൾ ലൊക്കേഷൻ ഒന്ന് ചെറുതായിട്ട് മാറ്റി. ലൊക്കേഷൻ മാറിയ സമയത്ത് ദിബിൻ പോയി വേഷവും മാറി. മീൻ പിടിച്ച് നടന്ന് വെള്ളത്തിൽ കൂടെ ഇറങ്ങി ഞങ്ങൾ തോടിൻ്റെ ഇപ്പുറത്തെ കരയ്ക്കെത്തി. ഇനി ഇവിടെ ഇട്ട് നോക്കാം. ആ സമയത്ത് ഒരു ട്രെയിനൂടെ കടന്നുപോയി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. തോടിനരികിലായിട്ട് തോട്ടിൽ നിന്ന് വെള്ളം കയറി കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വല്ല മീനും ഉണ്ടോ നോക്കുകയാണ് ദിബിൻ. വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത് കാരണം മീൻ കാണാനുള്ള സാധ്യത കുറവാണ്. തോടിനിക്കരെ വന്നിട്ട് ചൂണ്ടയിട്ടിട്ട് കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തിരിച്ച് തോട് മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് പോവാണ്. പിടിച്ച മീനെ പിന്നാലെ കാണിക്കാം. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ മീന്. നമ്മൾ തീറ്റയായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് മൈദാമാവാണ്. വലിയ കുറുവാപ്പരലിനെ പിടിക്കാൻ തേങ്ങയും ഇടാറുണ്ട്. ഇതാണ് ശ്യാമ്. ഇപ്പോൾ ഞങ്ങളുള്ളത് തോട്ടിൽ തന്നെ വേറൊരു സ്ഥലത്താണ്. ഇവിടെ കല്ലുകൾ കൂടുതലാണ്. അത് കാരണം വലിയ കുറുവാപ്പരലിനെ കിട്ടാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിച്ച പോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള കുറുവയാണ് ഇവിടുന്ന് കിട്ടിയത്. ഈ പരലിന് ചെറിയ മീശയൊക്കെ ഉണ്ട്. പിന്നീട് കിട്ടിയ മീനുകളും അത്യാവശ്യം ഇതേ വലിപ്പമുള്ളതായിരുന്നു. ശ്യാം ഒരു കുറുവയെ കൂടെ പിടിച്ചു. ഈ ഭാഗത്തു നിന്ന് കിട്ടുന്ന മീനുകൾക്കൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്. അതിന് കാരണമായിട്ട് ശ്യാം പറഞ്ഞത് കല്ലുള്ള സ്ഥലത്ത് അത്യാവശ്യം വലിപ്പമുള്ള കുറുവയെ നിൽക്കാറുള്ളൂ എന്നാണ്. ബാക്കിയുള്ള സ്ഥലത്തിട്ടപ്പോൾ ചെറിയ കുറുവയാണ് കിട്ടിയത്. നിങ്ങളെ ഞാനത് കാണിച്ചതുമാണല്ലോ. കുറുവയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിലും ഇടയ്ക്ക് ഇതേപോലെ കല്ലേമുട്ടിച്ചേട്ടനൊക്കെ വന്ന് പിടിക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾ കല്ലേമുട്ടി എന്നാണ് പറയുന്നത്. ചിലർ കരട്ടിയെന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നിങ്ങളെന്താണോ ഇതിന് പറയുന്നത്? പല സ്ഥലത്തും പല പേരിൽ അറിയപ്പെടുന്നു ഇവർ. വീണ്ടും കുറുവ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു.
ഇതും അത്യാവശ്യം വലിപ്പമുള്ളതാണ്. കിട്ടിയ മീനുകളെ ഒന്നുകൂടെ കാണിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. താങ്ക് യു ഫ്രണ്ട്സ്.